ഒരു കഥ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നപ്പോഴാണ്, ആ ഒരു കഥയിലേക്ക് നമ്മൾ ഇന്നാവുന്നപ്പോഴാണ് മെയിൻ കഥാപാത്രമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമോ നമ്മളിൽ ഒരാളാണ് എന്ന് നമുക്ക് തോന്നുന്ന സമയത്താണ്, നമ്മൾ ആ ഒരു കഥാപാത്രത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു അനുഭവം കറക്റ്റായിട്ട് ഫീൽ ചെയ്യാനായിട്ട് വരുന്നത്. ഇന്നത്തെ കഥയിലെ കഥാപാത്രം ദേവിക നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൻ്റെ എക്സാക്റ്റ് ഒരു കോപ്പിയാണ്. ദേവിക ജനിച്ച് വളർന്നത് തൃശ്ശൂരിലെ പച്ച വിരിച്ചിട്ടുള്ള പുൽപ്പാടങ്ങൾക്ക് നടുവിലുള്ള ഒരു ഗ്രാമത്തിലാണ്. നമ്മുടെ പൊതുബോധത്തിനൊക്കെ അനുസരിച്ചിട്ട് മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി, നല്ല അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെ പറയിപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. പഠനത്തിൽ മിടുക്കിയാണ്, വളരെ അനുസരണശീലമുള്ള ഒരു കുട്ടിയാണ്, വളരെ ക്രിയേറ്റീവാണ്, നല്ലൊരു ചിത്രകാരിയാണ്. തൻ്റെ ഉള്ളിലുള്ള ഭാവനകളെ അവൾ ഡയറി കുറിപ്പുകളായും കണക്ക് പുസ്തകങ്ങളിലെ താളുകളിൽ വരച്ച ചിത്രങ്ങളായിട്ടൊക്കെ മാറ്റി അവളുടെ വീട്ടിൽ ഏറ്റവും വില കൽപ്പിച്ചിരുന്നത് സുരക്ഷിതത്വം എന്ന ആ ഒരു വാക്കായിരുന്നു. 35 വർഷം സഹകരണ ബാങ്ക് ക്ലർക്കായി ജോലി ചെയ്ത് വിരമിച്ച അവളുടെ അച്ഛന് പെൻഷനും സ്ഥിര നിക്ഷേപങ്ങളും മാത്രമായിരുന്നു ലോകം. അവളുടെ അമ്മയാകട്ടെ പെൺകുട്ടികളുടെ ജീവിതം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. പുള്ളിക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ നല്ല മാർക്കോടെ മകൾ ഡിഗ്രി പൂർത്തിയാക്കുക, സ്ഥിരതയുള്ള ഒരു ജോലിയോ ഗവൺമെന്റ് ജോലിയോ നേടുക, നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കപ്പെടുക, ഇതിനെയൊന്നും എതിർക്കാൻ നമ്മുടെ ദേവിക ഒരു വിപ്ലവകാരിയൊന്നും ആയിരുന്നില്ല. അവൾക്ക് അതിനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു, ഓവർ തിങ്കർ ആയിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം പൂർത്തിയായതോടെ അവളുടെ ജീവിതം ഒരു വഴിത്തിരിവിലെത്തി. അവളുടെ മുൻപിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്നാം വഴി അച്ഛൻ്റെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരം സിവിൽ സർവീസിനും ബാങ്ക് പരീക്ഷകൾക്കും കഠിനമായി തയ്യാറെടുക്കുക. രണ്ടാം വഴി തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മുംബൈയിലെ ഒരു ക്രിയേറ്റീവ് സ്ഥാപനത്തിൽ ഫെലോഷിപ്പിന് അപേക്ഷിക്കുക. എന്നാൽ ഇത് വീട് വിട്ടുപോകാനും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളെ നേരിടാനും കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിക്കാനും കാരണമാകും. അവളെ സംബന്ധിച്ച് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. വളർച്ചാ മനോഭാവമുള്ള ഒരാളാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അതിന്റെ ബലം അങ്ങോട്ട് നേരിടും. എന്നാൽ ദേവിക ചെയ്തത് മറ്റൊന്നാണ്. അവൾ തീരുമാനമെടുക്കാതിരിക്കുക എന്ന 3ാമത്തെ വഴി തിരഞ്ഞെടുത്തു. നമ്മളിൽ പലരും ദേവികയെ പോലെയല്ലേ, ശരിയായിട്ടുള്ള സമയത്തിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ആണിത്. തീരുമാനമെടുക്കാൻ പേടിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ. നമ്മുടെ സ്പോൺസറുടെ പരസ്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. നല്ല പഠനവും അറിവുമുള്ള ആളുകൾ മാത്രം ആ ഒരു പരസ്യം കേട്ടിട്ട് നിക്ഷേപിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആരും തുറന്നു പറയാത്ത എന്നാൽ നാം അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടാണ്. തീരുമാനമെടുക്കാതിരിക്കുന്നതിന്റെ മാനസിക വേദനയെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിപണിയിലെ അസ്ഥിരതയും ഇൻഫ്ലേഷനും കാരണം പലരും ഇന്ന് പരമ്പരാഗത നിക്ഷേപങ്ങൾക്കപ്പുറം പുതിയ വഴികൾ തേടുകയാണ്. പലരും ഇക്വിറ്റികളിലോ സ്വർണ്ണത്തിലോ മാത്രം പണം നിക്ഷേപിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഫിക്സ്ഡ് റിട്ടേൺ ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ കോർപ്പറേറ്റ് ബോണ്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിൻ വെൽത്ത് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഇതൊരു സെബി രജിസ്ട്രേഡ് ബ്രോക്കറാണ്. വെറും 1000 രൂപ മുതൽ നിങ്ങൾക്ക് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും. സാധാരണയായി BBB മുതൽ AA വരെയുള്ള റേറ്റിംഗ് ഉള്ള ബോണ്ടുകളാണ് ഇവർ ലിസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിലൂടെ ഏതാണ്ട് 9 മുതൽ 12% വരെ ഫിക്സഡ് റിട്ടേൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. എനിക്കിതിൽ ഏറ്റവും യുണീക്കായി തോന്നിയ കാര്യം, ഇതിൽ ഏത് ബോണ്ട് ലിസ്റ്റ് ചെയ്താലും അതിൽ 2% തുക വിൻ വെൽത്ത് സ്വന്തമായി തന്നെ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അവരുടെ പ്ലാറ്റ്ഫോമിലുള്ള അസറ്റുകളുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. UPI വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. റീപേയ്മെന്റ് ഷെഡ്യൂളുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാം. കാലാവധിക്ക് മുൻപ് പണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് വഴി വിൽക്കാനായിട്ടുള്ള ഓപ്ഷനും അന്നത്തെ മാർക്കറ്റ് പലിശ നിരക്കുകൾക്ക് വിധേയമായിട്ടാണ് ആ ഒരു വിൽപ്പന നടക്കുന്നത്. നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് പരിശോധിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ ചെയ്തിട്ടുള്ള കമന്റിലും കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഓർക്കുക, മറ്റേത് നിക്ഷേപത്തെയും പോലെ തന്നെ ബോണ്ടുകളും ഡിഫോൾട്ട് ആകാനായിട്ടുള്ള റിസ്കുകളുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഓഫർ രേഖകൾ കൃത്യമായിട്ട് വായിച്ച് പരിശോധിക്കുക. വീഡിയോയിലേക്ക് തിരികെ വരാം. ദേവികയുടെ ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചേ. അനന്തമായിട്ടുള്ള അവസരങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണ്, തൊഴിലില്ലായ്മയുണ്ട്. ആർക്ക്? ബിരുദമെടുത്ത് കാത്തിരിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല. റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക് സർക്കാർ ജോലിയിൽ കയറാൻ പറ്റുന്നില്ല. സൂക്ഷിച്ച് നോക്കിക്കേ, വഴിയരികിൽ ആ ഒരു വലിയ ബോർഡുകൾ കണ്ടോ? വലിയ ബ്രാൻഡുകൾ, പലതിൻ്റെയും ഓണേഴ്സ്, ഉടമകൾ ബിരുദങ്ങളുടെ ഭാരമില്ലാത്ത അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ആളുകളാണ്. എന്നാൽ അവർക്ക് വലിയ ബിരുദങ്ങളുള്ള തൊഴിലാളികളുണ്ട് ധാരാളം. ഒന്നുകൂടെ നോക്കിക്കേ, കവലയിൽ ഒരു കഫേ ചിലപ്പോൾ കാണാൻ പറ്റും. അവിടെ വലിയ തിരക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരിൽ ചില ആളുകൾ കഴിഞ്ഞ മാസം വരെ ഏതെങ്കിലും വണ്ടിയിൽ ചായയും മണ്ണും വിറ്റുകൊണ്ടിരുന്ന ആളുകളായിരിക്കാം. അവിടെ ഇന്ന് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു. കാരണം അവരുടെ ആ ഒരു ബ്രാൻഡ്, അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിരിക്കുന്നു. ടൗണിൽ നോക്കുമ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്ക് കാണാം. 100 കണക്കിന് ബഹുവർണ്ണ കാറുകളുടെ നീണ്ട നിര ഇങ്ങനെ കാത്തു കിടക്കുകയാണ്. ലുലു മാളാണ്, ഓഫറുണ്ട്.
കാത്തു കിടക്കുന്ന 90% കാറുകളും തിളങ്ങുന്ന പുതിയ മോഡലുകളാണ്. പെട്രോളിന് ഒടുക്കത്തെ വിലയാണ്, എന്നാലും വഴിയിൽ വലിയ തിരക്കാണ്. വലിയ കഷ്ടപ്പാടാണെന്നാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. പക്ഷെ ചുറ്റിനും പണം പല വഴിക്ക് ചെലവാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് പണം ചെലവാക്കാനായിട്ടുള്ള ഗംഭീര സാധ്യതകൾ ചുറ്റിനും ഇങ്ങനെ നിർമ്മിച്ച് വരികയാണ്. ഒന്ന് മുറ്റത്തിറങ്ങി നോക്കിക്കേ, അല്ലെങ്കിൽ വേണ്ട ഒരു 2 കിലോമീറ്റർ ഒന്ന് നടന്നു നോക്കിക്കേ, ചുറ്റിനും 3-4 വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ആരാ? ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു? അവർക്ക് പറ്റുന്നുണ്ട്, നമുക്കെന്താണ് നടക്കാത്തത് എന്ന് ചിന്തിക്കുവാണോ നിങ്ങൾ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആത്മവിശ്വാസത്തോടെ അനുദിന ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ പറയുന്ന കാഴ്ചകളുടെയൊക്കെ കാരണം. റിസ്ക് എടുക്കൂ വിജയിക്കൂ എന്ന് കേട്ടിട്ടില്ലേ? അത് ആക്ച്വലി അങ്ങനെയല്ല. തീരുമാനങ്ങൾ എടുക്കൂ, എടുക്കേണ്ട സമയത്ത് ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കൂ, വിജയിക്കൂ എന്നാണ്. നിങ്ങളുടെ തീരുമാനങ്ങളാണ് ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്നത്. നിലവിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും ഈ മാനസിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. കരിയർ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്നാൽ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന തീരുമാനം എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ നമ്മുടെ യുവത കോപ്പിയടിക്കും, സിമ്പിളായിട്ട് കോപ്പിയടിക്കും. അവരിൽ പല ആളുകളും അവിടെ സ്തംഭിച്ചു പോകും. ആരുടെ പുറകെ എല്ലാവരും കൂടെ എങ്ങോട്ടോ പോകുന്നു. പറക്കം നൽകിയിലെ മറ്റേ അശോകൻ ചേട്ടൻ ചാണാക്കുഴിയിലേക്ക് ബൈക്കിൽ കയറി പോണ പോലെ. ഒരു തീരുമാനമെടുക്കാൻ, ഈ മാനസിക കെണി എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അമൂർത്തമായിട്ടുള്ള തത്വചിന്തകളിലേക്കൊന്നും പോകുന്നില്ല. മറിച്ച് ദേവികയുടെ കഥയിലൂടെ തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. ഒരു തീരുമാനമെടുക്കേണ്ട സമയം വന്നപ്പോൾ അവൾ തീരുമാനമെടുക്കാതിരിക്കുക എന്ന 3ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൾ അച്ഛനും ബന്ധുക്കളും പറഞ്ഞ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തതുമില്ല. ഈ മുംബൈയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫെലോഷിപ്പിന് അപേക്ഷിച്ചതുമില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ജനാലയിലൂടെ പെയ്യുന്ന മഴയിലേക്കും അടിക്കുന്ന വെയിലിലേക്കും ഇങ്ങനെ മാറി മാറി നോക്കി. അവൾ മുറിയിലെ മേശപ്പുറത്ത് പുസ്തകങ്ങളുമായിട്ട് വെറുതെ ഇരുന്നു. ഒറ്റ ചിന്തയായിരുന്നു അവളെ തളർത്തിയത്. ഞാൻ എടുത്ത വഴി തെറ്റിയാലോ? ഞാൻ പരാജയപ്പെട്ടാൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ മണ്ടിയായിട്ട് മാറത്തില്ലേ? ഇവിടെ നമ്മൾ അല്പം മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിന് സാമൂഹിക വശം എന്താണ്? എന്തുകൊണ്ടാണ് ദേവികയെ പോലുള്ള മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർ നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് ഭയപ്പെടുന്നത്? മനഃശാസ്ത്രജ്ഞന്മാർ ഇതിനെ ആശയക്കുഴപ്പവും നഷ്ടപ്പെടാനായിട്ടുള്ള ഭയവും ചോയ്സ് ഓവർലോഡ് ആൻഡ് ലോസ് അവേഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മുടെ കേരളീയ സംസ്കാരത്തിൽ ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. സുരക്ഷിതത്വത്തിൻ്റെ മിഥ്യാധാരണ, ഇത് സേഫ്റ്റി നെറ്റ് ഇല്യൂഷൻ. കേരളത്തിലെ കുടുംബ വ്യവസ്ഥിതി വളരെ ശക്തമാണ്. മക്കൾക്ക് 25-35 വയസ്സ് കഴിഞ്ഞാലും മാതാപിതാക്കൾ അവർക്ക് ഭക്ഷണവും താമസവും ഒക്കെ നൽകി സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊരു ഭാഗത്ത് അനുഗ്രഹമാണ് എന്നുണ്ടെങ്കിലും മറുഭാഗത്ത് അതൊരു കടുത്ത മാനസിക കെണിയായിട്ട് മാറുന്നുണ്ട്. ദേവിക്ക് വീടും ഭക്ഷണവും സുരക്ഷിതമായിട്ടുള്ളൊരു മുറിയും ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ എടുത്ത ആ ഒരു അൺസർട്ടനിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള ഇമ്മീഡിയറ്റ് പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നില്ല. അവളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടന്നു. ആ സുരക്ഷിതത്വം ക്രമേണ അവളുടെ ജയിലായിട്ട് മാറി. ഒരു ജയിൽ അന്തേവാസിയെ പോലെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിൽ ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി. അച്ഛൻ മുറിക്കരികിലൂടെ പോകുമ്പോൾ ചോദിക്കും, മോളെ പരീക്ഷയെപ്പറ്റി എന്താണ് തീരുമാനിച്ചത്? ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അവളുടെ നെഞ്ച് തുടിക്കും. അവളിങ്ങനെ പറയും, 1 മാസം കൂടി കഴിയട്ടച്ച, ഞാൻ പഠനമൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, സെറ്റാവുന്നില്ല. ആ വാക്ക് 1 മാസം കൂടി കഴിയട്ടെ എന്നത് നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണയാണ്, എക്സ്ക്യൂസാണ്. നാളുകൾ മാസങ്ങൾ വർഷങ്ങളായി മാറി. അവളുടെ കൂടെയുള്ളവരെല്ലാം ജീവിതത്തിൽ മുന്നേറി കഴിഞ്ഞു. ചിലർ ഹയർ സ്റ്റഡീസിനായി വിദേശത്തേക്ക് പോയി, ചിലർ വലിയ കമ്പനികളിൽ ജോലിക്ക് കയറി, മറ്റു ചില ആളുകൾ സ്വന്തം വഴികൾ ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തുറന്നു. എന്നാൽ ദേവികയോ അവൾ യാതൊരു മുന്നേറ്റവും ഇല്ലാതെ ഒരേ സ്ഥലത്ത് തന്നെ നിശ്ചലമായിട്ട് നിൽക്കുകയും കിടക്കുകയും ചെയ്യുകയാണ്. ദേവിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലല്ലോ അവൾ തോറ്റുപോയത്, മറിച്ച് അവൾ യാതൊരുവിധ പോരാട്ടത്തിനും തയ്യാറാകാതിരുന്നതുകൊണ്ടാണ്. തീരുമാനമെടുക്കാതിരുന്നാൽ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അവൾ വെറുതെ വ്യാമോഹിച്ചു. എന്നാൽ അവൾ തിരിച്ചറിഞ്ഞില്ല, തീരുമാനമെടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് ജീവിതം നശിപ്പിക്കാൻ നിങ്ങളെടുത്ത ഏറ്റവും വലിയ തീരുമാനം. അതായത് സാഹചര്യങ്ങളും സമയവും മറ്റാളുകളും നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ നിങ്ങൾ സ്വയം സമ്മതം നൽകുന്നു എന്നതിൻ്റെ തെളിവാണത്. പലപ്പോഴും കണ്ടിട്ടില്ലേ, സ്കൂളിലെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ, അധ്യാപകരുടെ മക്കൾ, അവരിൽ ചിലരൊക്കെ ജീവിതത്തിൽ ക്ലാസ്സിലെ ഉഴപ്പന്മാരുടെ 7 അയലത്ത് വളർച്ച നേടാതെ ജീവിക്കുന്നത്. ആവറേജ് സ്റ്റുഡൻസ് പ്രതീക്ഷിക്കാത്ത നിലകളിൽ എത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കോമൺ കാഴ്ചയാണത്. 2 കാരണങ്ങളാണ്. പാവപ്പെട്ടവന് തീരുമാനം എടുക്കാതിരിക്കാനുള്ള ഓപ്ഷനില്ല. സർവൈവ് ചെയ്യണം, ജീവിക്കണം. അതുകൊണ്ട് അവൻ തീരുമാനം എടുക്കും. ആവറേജ് സ്റ്റുഡൻസിനും ആ ഒരു സാധ്യത ഉണ്ട്. അവനിൽ ആരുടെയും പ്രതീക്ഷകളുടെ അമിതഭാരമൊന്നുമില്ല. അവനും ഭയമില്ലാതെ തീരുമാനം എടുക്കാം. ആദ്യം പറഞ്ഞ പ്രിവിലേജ്ഡ് ക്ലാസ് ടോപ്പേഴ്സിന് ഓപ്ഷനില്ല, പാവങ്ങളാണ്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പേടിയാണ്, അല്ലെങ്കിൽ പാടാണ്. ദേവികയുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും സമാനമായിരുന്നല്ലോ. പലപ്പോഴും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ലേസിയാണ് എന്നൊക്കെ സ്വയം തോന്നിയിരിക്കുന്ന ഒരു സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലൊരു പ്രതീക്ഷയോടെ ഓർക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. പലപ്പോഴും അത് ലേസിനെസ് ആയിരിക്കില്ല, റൈറ്റ് ടൈമിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതാണ്. ചിലപ്പം റൈറ്റ് ടൈമിന് വേണ്ടി ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതെ കാത്തിരുന്ന് ജീവിതം നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ചില മൊമെൻറ്റിൽ ഒരു സ്പാർക്ക് വരുന്ന സമയത്ത് തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ റെഡിയാവുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ലൈഫ് മാറും. ദേവികയുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. എറണാകുളത്ത് ഒരു ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അത്.
ക്ലറിക്കൽ പരീക്ഷയുടെ പ്രിലിമിനറി പാസ്സായതുകൊണ്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി അവൾ അവിടെ എത്തിയതായിരുന്നു. പരീക്ഷാ കേന്ദ്രത്തിലെ വലിയ ഹാൾ, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തൊഴിലില്ലായ്മയുടെ നടുവിൽ പിടിച്ചു നിൽക്കാനായിട്ട് പരക്കം പായുന്ന ഒരു കാഴ്ച. അവളിങ്ങനെ ചുറ്റും നോക്കി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് കടുത്ത നിരാശയും ഭയവും ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവളുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വന്നത്. ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്താൽ എൻ്റെ അടുത്ത 30 വർഷം ഒരു സർക്കാർ ഓഫീസിലെ വരണ്ട ഫയലുകൾക്കിടയിൽ ഒതുങ്ങും. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ജീവിതം ഞാൻ ജീവിക്കേണ്ടി വരും. കാരണം എനിക്ക് സ്വന്തമായിട്ട് എന്താണ് വേണ്ടത് എന്ന് കണ്ടെത്താനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാനൊരു ഡിഫോൾട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ്. പക്ഷേ 30 വർഷം ഞാനിവിടെ ലോക്കാകും. അതോടൊപ്പം മറ്റൊരു ഭയവും അവളെ പിടികൂടി. ഒരുപക്ഷെ ഈ ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ഞാനൊരു പരാജയപ്പെട്ടവളായിട്ട് മാറത്തില്ലേ? സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി പൊരുതാൻ പോലും നിൽക്കാതെ ഭയം മൂലം എല്ലാം കൈവിട്ട് കളഞ്ഞവളായിട്ട് ആളുകൾ എന്നെ നോക്കി കാണത്തില്ലേ? തൻ്റെ ടോക്കൺ നമ്പർ വിളിക്കുന്നതിന് മുൻപ് അവൾ ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. അവൾ ആ വെരിഫിക്കേഷൻ റൂമിലേക്ക് കയറിയില്ല. പകരം കൊച്ചിയിലെ തിരക്കേറിയ റോഡിലൂടെ ഇറങ്ങി നടന്നു. നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. ജീവിതത്തിൽ ആദ്യമായി അവൾ മറ്റുള്ളവർ നിർദ്ദേശിച്ച വഴിയിൽ നിന്ന് മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം അവൾക്ക് ആശ്വാസമായിരുന്നില്ല, ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു അത്. വീട്ടിൽ തിരിച്ചെത്തി അവൾ താൻ ആ പ്രക്രിയയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതായി മാതാപിതാക്കളോട് പറഞ്ഞു. അതൊരു വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. അവളുടെ അച്ഛൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിനക്ക് വിദ്യാഭ്യാസം തന്നു, സമയവും സമാധാനവും തന്നു, ഒന്നും ചോദിച്ചില്ല. എന്നാൽ നീ ഞങ്ങൾക്ക് നൽകിയത് ആശയക്കുഴപ്പം മാത്രമാണ്. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല. അന്ന് രാത്രി മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ വർഷങ്ങളായിട്ട് തീരുമാനമെടുക്കാൻ മടിച്ചതിൻ്റെ വില എത്രയാണ് എന്നുള്ളത് ദേവിക പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞു. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സമയം അവളുടെ കൈകളിൽ നിന്ന് ചോർന്നു പോയിരുന്നു. നിങ്ങളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ, മനസ്സിലൊരു ആശയുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ. വിദ്യാർത്ഥി എന്നൊരു സ്റ്റാറ്റസ്, അതിൽ നിന്ന് ചെയ്യുമ്പോൾ ഒത്തിരിയധികം ലാഭങ്ങളുണ്ട്. ആരുടെയും അമിത പ്രതീക്ഷകൾ നിങ്ങളിലില്ല, കാരണം നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാണ്. കുടുംബ ഭാരങ്ങളില്ല. കോളേജ്, ഹോസ്റ്റൽ, ഫാമിലി സൗകര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുഖകരമായിട്ട് നിങ്ങളുടെ ഭാവിയിലെ വിഷൻ ആൻഡ് മിഷന് വേണ്ടി വർക്ക് ചെയ്യാം. പ്രാരബ്ധങ്ങൾ തലയിലേറിയാൽ ഇന്നോവേഷൻസ് വലിയ പാടാണ്. ഞാനിപ്പോൾ ഒരു സെൽഫ് അപ്ഗ്രഡേഷൻ ടൈം തന്നെ കണ്ടെത്താനായിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? മാസടവുകൾ, വീട്, വണ്ടി, ആരോഗ്യം, ഫാമിലി ഫങ്ഷൻസ്, നമ്മളാകെ തിരക്കായി പോകും. ഒരു പരിധിവരെ നമ്മൾ നന്നായിട്ട് ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും പുതിയതായിട്ട് ഒന്ന് ആലോചിച്ച് തുടങ്ങാനായിട്ട് ഒരു ബ്രേക്ക് എടുത്തിരിക്കാനായിട്ട് പറ്റുമോ? അതില്ല കേട്ടോ. ദേവികയുടെ കഥ ഒറ്റപ്പെട്ട കഥയാണോ? അല്ല, നമ്മളിൽ പല ആളുകളുടെയും കഥയാണ്. പരമ്പരാഗതമായി സുരക്ഷിതത്വവും ആധുനിക വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള വടംവലിയിൽപ്പെട്ട് സമൂഹത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരു തലമുറയുടെ പ്രതിഫലനമാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ നിങ്ങളെ തന്നെ കാണുന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രധാന വഴികൾ ഇതാണ്. മാറ്റിയെടുക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നുള്ളതാണ്. പല ചെറുപ്പക്കാരും ഓരോ ചെറിയ കാര്യങ്ങളും, ഉദാഹരണത്തിന് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്, പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നത് ജീവൻ മരണ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അതങ്ങനെയല്ല. ജീവിതത്തിലെ 90% തീരുമാനങ്ങളും പിന്നീട് മാറ്റിയെടുക്കാൻ കഴിയുന്നവയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെറുപ്പമാണ്, അല്ലെങ്കിൽ അത് വേണ്ട, ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് തിരികെ വന്ന് മറ്റൊരു വഴി നോക്കാൻ പറ്റുന്നതാണ്. ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചെറുപ്പമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നത് തെറ്റുകളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള നിങ്ങളുടെ കഴിവാണ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായിട്ടുള്ള തീരുമാനം എന്ന മിഥ്യാധാരണ. ഭാവിയിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന തികഞ്ഞ ഒരു ശരിയായ തീരുമാനം ഉണ്ട് എന്ന് കരുതി കാത്തിരിക്കരുത്. തീരുമാനങ്ങൾ ശരിയായിട്ട് മാറുന്നത് അത് എടുത്തത് കൊണ്ടല്ല, മറിച്ച് ആ തീരുമാനത്തിന് ശേഷം നിങ്ങൾ നൽകുന്ന കഠിനാധ്വാനം കൊണ്ടാണ്. നിങ്ങളൊരു വഴി തിരഞ്ഞെടുക്കുകയും അതിൽ 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ അത് വിജയമായിട്ട് മാറും. മറിച്ച് സംശയത്തോടെയാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും. മാന്ത്രികത തീരുമാനത്തിനല്ല, നിങ്ങളുടെ കഠിനാധ്വാനത്തിനാണുള്ളത്. ഒപ്പം മനസ്സിലാക്കുക, പരാജയങ്ങളുടെ വേദനയേക്കാൾ വലുതാണ് ഒന്നും ചെയ്യാത്തതിൻ്റെ കുറ്റബോധം. മനുഷ്യർക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഖേദങ്ങളാണ് ഉണ്ടാവുക. തെറ്റായ കാര്യങ്ങൾ ചെയ്തതിൻ്റെ വിഷമം, ഒന്നും ചെയ്യാതെ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചതിൻ്റെ ഖേദം. ഈ രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഒത്തിരി ഉണ്ടാവും, റിഗ്രറ്റ് ഓഫ് ഇനാക്ഷൻ. മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുമെന്നാണല്ലോ. പക്ഷേ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മ വർഷങ്ങൾ കഴിയും തോറും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ദാമോദരൻ മാസ്റ്ററുടെ കഥ പറഞ്ഞില്ലേ? 60-ാം വയസ്സിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ല, ചെയ്യാൻ മടിച്ച കാര്യങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതൽ ഓർത്ത് ദുഃഖിക്കുക. നമ്മൾ വീണ്ടും ദേവികയിലേക്കൊന്ന് വരുവാണേ. വീട്ടിലെ വലിയ വഴക്കിന് ശേഷം അവൾ ഒറ്റ രാത്രി കൊണ്ട് വലിയൊരു സംരംഭകയായിട്ടൊന്നും മാറിയില്ല. യഥാർത്ഥ ജീവിതം അങ്ങനെയൊന്നും അല്ലല്ലോ എന്നേ. 2 ആഴ്ചയോളം അവൾ കടുത്ത നിരാശയിലായിരുന്നു. എങ്കിലും ആ വീഴ്ച അവൾക്ക് വലിയൊരു പാഠം നൽകി. അതങ്ങനെയാണല്ലോ, നിങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തോൽവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ വിട്ടുപോകും. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നത് തൻ്റെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി അവൾ ഒരു തീരുമാനം എടുത്തു. അവൾ വീണ്ടും സിവിൽ സർവീസ് പഠിക്കാനായിട്ട് പോയില്ല. പകരം കോഴിക്കോടുള്ള ഒരു ചെറിയ ഡിജിറ്റൽ മീഡിയ സ്റ്റാർട്ടപ്പിൽ ജൂനിയർ കണ്ടന്റ് റൈറ്ററായിട്ട് ജോലിക്ക് അപേക്ഷിച്ചു. ശമ്പളം വളരെ കുറവായിരുന്നു എന്നുണ്ടെങ്കിലും അത് അവളെ ഉത്തരവാദിത്തമുള്ളവളാക്കി. അവൾ അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വലിയ അഭിനന്ദനങ്ങളൊന്നും ലഭിച്ചില്ല. അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, പിന്നീട് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് വരരുത്. ആ തണുത്ത വാക്കുകൾ അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഊർജ്ജമായിരുന്നു. അത് അവളുടെ സുരക്ഷിതത്വത്തിൻ്റെ ചിറകുകൾ അരിഞ്ഞു കളഞ്ഞു. ആരുമില്ല തനിക്ക് എന്നുള്ളൊരു തോന്നൽ, താൻ തന്നെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ ആ ഒരു ഡയലോഗ് പഠിപ്പിച്ചു. കോഴിക്കോട്ടേക്ക് മാറി താമസിച്ച അവൾ ചെറിയൊരു മുറിയിൽ മറ്റു 3 പെൺകുട്ടികൾക്കൊപ്പമായിരുന്നു താമസം. ചെറിയ ശമ്പളം, അതൊന്നും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പല രാത്രികളിലും അവൾ കരഞ്ഞിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ മുന്നോട്ടേക്ക് സ്വന്തമായിട്ട് നടക്കുകയായിരുന്നു. അവളുടെ ദിവസങ്ങൾ അവൾ വെറുതെ പിന്നീട് ചിന്തിച്ച് സമയം കളഞ്ഞില്ല. അവൾ എഴുതുന്ന ഓരോ ലേഖനവും നേരിടുന്ന ഓരോ പ്രതിസന്ധിയും അവളുടെ ആത്മവിശ്വാസം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. 16 മാസങ്ങൾക്ക് ശേഷം ദേവിക വലിയൊരു കമ്പനിയുടെ ഉടമയൊന്നും ആയിരുന്നില്ലെങ്കിലും അവൾക്ക് സ്വന്തമായിട്ടൊരു വിലാസം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ടും കഴിയുമെന്ന് അവൾ തെളിയിച്ചു. പിന്നീട് വിഷുവിന് നാട്ടിലെത്തിയപ്പോൾ അവളുടെ അച്ഛൻ്റെ കണ്ണുകളിൽ മകളോടുള്ള ആ ഒരു ആദരവുണ്ടായിരുന്നു. ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാളായിട്ട് പേടിയോടെ മാറ്റിവെച്ച ആ സുപ്രധാന തീരുമാനം എന്താണ്? നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ളൊരു തീരുമാനം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ? അല്ലെങ്കിൽ ഒരു മോശം ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കാനായിട്ട് വൈകുകയാണോ? ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾ മടിച്ചു നിൽക്കുകയാണോ? അനുയോജ്യമായിട്ടുള്ള സമയം വരാനായിട്ട് കാത്തിരിക്കരുത്. ആരും നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനായിട്ട് കാത്തു നിൽക്കേണ്ടതില്ല. ജീവിതം കാത്തിരിക്കുന്നവർക്കെല്ലാം മറിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്കാണ് വിജയം നൽകുന്നത് എന്ന് ഓർക്കുക. തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നത് നിങ്ങളുടെ നാളുകളെ കവർന്നെടുക്കുന്ന വലിയൊരു ക്യാൻസറാണ്. മറ്റുള്ളവരുടെ ഭയം കൊണ്ട് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്ഥിരമായിട്ട് കൂടെ നിൽക്കുക. ചിന്തകളിൽ കുടുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കുക. നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള ആളുകളുടെയും പ്രതിസന്ധികളെ കുറിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാകും നമ്മളൊക്കെ നിൽക്കുന്നത് കുറച്ചും കൂടെ പ്രിവിലേജറായിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും എന്നുള്ളത്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. അതോടൊപ്പം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിലും ഇതുപോലുള്ള റിസ്കുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും മികച്ച ഫിക്സഡ് റിട്ടേൺസ് നൽകുന്ന അസറ്റുകൾ കണ്ടെത്താനായിട്ടും കോർപ്പറേറ്റ് ബോണ്ടുകളെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക. വിൻവെൽത്ത് എന്ന സെബി രജിസ്ട്രേഡ് ബ്രോക്കർ വഴി നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ടുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി സൈനപ്പ് ചെയ്യാവുന്നതാണ്. നിക്ഷേപങ്ങൾ, വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സ്, ഓഫേഴ്സ് എല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Fixed returns do not constitute guaranteed or assured returns. Investments in corporate debt securities, municipal debt securities, and securitized debt instruments are subject to credit risks, market risks, and default risks, including delay and/or default in payment.